ഹലോ അസ്സലാമു അലൈക്കും. ഏറെ സങ്കടമായ ഒരു വാർത്തയാണ് കേൾക്കാനിടയായത്. 9 മാസം ഗർഭിണിയായ ഭാര്യയെ അതിക്രൂരമായി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് ആന്ധ്രാപ്രദേശ് പോലീസ് പിടിയിൽ. 28 വയസ്സുള്ള ജ്ഞാനേശ്വർ ആണ് 27 വയസ്സുള്ള ഭാര്യ അനുഷയെ കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രസവിക്കാനായി ഒരുങ്ങവെയാണ് ഇവരെ അവൻ കൊലപ്പെടുത്തിയത്. വിശാഖപട്ടണത്തിലെ ഉദയം കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. നഗരത്തിലെ സാഗർ നഗർ വ്യൂ പോയിന്റിന് സമീപം ഫാസ്റ്റ് ഫുഡ് നടത്തുന്നവനായിരുന്നു ജ്ഞാനേശ്വർ. 2 വർഷം മുമ്പ് പ്രണയിച്ചാണ് ഇവർ രണ്ടുപേരും വിവാഹിതരായത്. പിന്നീട് അവർ വാടക വീടുകളിലായിരുന്നു അവരുടെ ജീവിതം. സാമൂഹ്യമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള ചിത്രങ്ങളാണ് അവർ പങ്കുവച്ചിരുന്നത്. അനുഷയുടെ ബേബി ഷവറും വളക്കാപ്പും അതുപോലെ വലിയ പരിപാടിയായാണ് അവർ കഴിച്ചത്. എന്നാൽ ഇവർ തമ്മിൽ കുറച്ചായിട്ട് വാക്ക് തർക്കവും ഉണ്ടാവാറുണ്ട് എന്നാണ് നിഗമനം. അന്ന് പുലർച്ചെ ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടാവുകയും അനുഷയുടെ കഴുത്ത് ഞെരുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. തടുക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണ ഗർഭിണിയായ അനുഷയ്ക്ക് അതിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് അനുഷ അബോധാവസ്ഥയിലാവുകയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അനുഷ മരിച്ചു എന്നറിഞ്ഞതോടെ ഇയാൾ സ്റ്റേഷനിലെത്തിയ പോലീസിന് കീഴടങ്ങിയത്. തനിക്ക് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും സ്വസ്ഥത തരില്ലെന്നായിരുന്നു അയാൾ പോലീസിനോട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഷയും അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞും മരിച്ചെന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്.